പൊന്നുരുളിയിലേക്ക് സ്വാഗതം. ഈ ചെറുപയറിനെ ചായക്കടയിലും മറ്റും കിട്ടുന്ന നല്ല രുചിയുള്ള സുഖിയനാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് കാണണ്ടേ? ഈ വളർന്നു വരുന്ന ചാനലിനെ നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കതൊരു പ്രചോദനമാണ്. ഇനി സുഖിയൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അതിനായി ആദ്യം തന്നെ ചെറുപയർ നന്നായി കഴുകി വെള്ളത്തിൽ 1 മണിക്കൂറോളം കുതിർത്തിരുന്നു. എന്നിട്ടാണ് കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് വേവിക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി പറയുന്നില്ല, കാരണം എക്സസായ വെള്ളമുണ്ടെങ്കിൽ അത് ഊറ്റിക്കളഞ്ഞാൽ മതി. ഒറ്റ വിസിലിൽ തന്നെ ചെറുപയർ വെന്ത് കിട്ടി. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇടുന്നു. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ തിരുമിയതും ശർക്കരയും പൊടിച്ച ഏലക്കയും ജീരകവും കൂടി ചേർക്കുന്നു. കുഴച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത്, കുറച്ച് വെള്ളം അധികമായിട്ട് തോന്നി. ഊറ്റിക്കളഞ്ഞെങ്കിൽ പോലും ചെറുപയറിലധികം വെള്ളം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു 2 മുതൽ 3 വരെ ടേബിൾ സ്പൂൺ അരിപ്പൊടി, പുട്ടുപൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, അതുകൂടി ചേർക്കുന്നു. ഈ പുട്ടുപൊടി കൂടെ ചേർക്കുമ്പോൾ ഇതിലെ എക്സസായ വെള്ളം പുട്ടുപൊടി അബ്സോർബ് ചെയ്യുകയും ആവശ്യത്തിന് ടൈറ്റ്നസ് ഈ മാവിന് കിട്ടുകയും ചെയ്യും. ചെറുപയർ, തേങ്ങ, ശർക്കര, പൊടിച്ച ഏലക്ക, ജീരകം, പിന്നെ അരിപ്പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം അതൊന്ന് ഉരുട്ടി നോക്കുന്നു. ഉരുട്ടി നോക്കിയപ്പോൾ എക്സസായ ആ വെള്ളം അരിപ്പൊടി അബ്സോർബ് ചെയ്തതുകൊണ്ട് തന്നെ നല്ല ഷേപ്പിൽ ആ ഉരുള കിട്ടി. ഇനി ഇതെല്ലാം ഏകദേശം ഇതേ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കുന്നു. സുഖിയൻ മുക്കി പൊരിക്കാനുള്ള മാവ് തയ്യാറാക്കുകയാണ് അടുത്തത്. അതിനായി മൈദ, അതിലേക്കൊരൽപ്പം മഞ്ഞൾപ്പൊടി, കുറച്ചുപ്പ് എന്നിവ ചേർത്ത് പാകത്തിന് വെള്ളമൊഴിച്ച് ഇതേപോലെ ഒരു വിസ്ക് കൊണ്ടോ മറ്റോ മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് കൊണ്ട് മിക്സ് ചെയ്യുന്നത് മറ്റൊന്നിനുമല്ല, കട്ടകൾ കെട്ടാതിരിക്കാനാണ്. മാവിനൊരു തരിതരിപ്പിനായി ഏകദേശം 1 ടേബിൾ സ്പൂൺ റവ കൂടി ഞാനിതിൽ മിക്സ് ചെയ്യുന്നു. വീഡിയോയിൽ കാണുന്ന പരുവത്തിൽ മാവ് തയ്യാറാക്കിയെടുക്കുക. കൂടുതൽ വെള്ളമായി പോകരുത്. ഒരു പാനിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പാകത്തിന് വെളിച്ചെണ്ണ ചൂടാക്കുക. നന്നായി ചൂടായ ശേഷം ഈ ഓരോ ഉരുളകളും നല്ലപോലെ മാവിൽ കോട്ട് ചെയ്ത് വറുത്തെടുക്കുക. 2 ബാച്ചുകളായി ഏകദേശം 20 സുഖിയൻ ഞാൻ തയ്യാറാക്കി. ചെറുപയർ കുതിർക്കാതെയും സുഖിയൻ ഉണ്ടാക്കാവുന്നതാണ്. കുതിർക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ കുക്കറിൽ 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം എന്ന് മാത്രം. സുഖിയൻ്റെ മറ്റൊരു വേർഷനായ മുന്തിരിക്കൊത്ത് ഒരിക്കൽ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാനിവിടെ ലിങ്ക് കൊടുക്കുന്നതാണ്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കൂ. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.